പ്രിയമുള്ളവരെ, പിതാവാം ദൈവത്തിൻ്റെ മക്കളാണ് നാമെങ്കിൽ കർത്താവിൻ്റെ സ്വഭാവമാണ് നമ്മിൽ നിന്ന് പുറപ്പെടേണ്ടത്. കാരണം ദൈവത്തിൻ്റെ സ്വഭാവം എന്തെന്ന് നമുക്ക് വെളിപ്പെടുത്തി തന്നത് കർത്താവാണ്. ഒറ്റ കൊടുക്കുമെന്ന് ആദ്യമേ തന്നെ അറിഞ്ഞിട്ടും തൻ്റെ ശിഷ്യനായിരുന്ന ഇസ്കരിയോത്ത് യൂദായെ അവസാനത്തോളം സ്നേഹിച്ച കർത്താവിനെ തിരുവചനത്തിൽ നാം കാണുന്നു. അവനെ ആ തെറ്റിൽ നിന്നും രക്ഷിക്കുവാൻ കർത്താവ് പല പ്രാവശ്യം മുന്നറിയിപ്പ് നൽകുന്നതായി നാം കാണുന്നു. എന്നാൽ ദ്രവ്യാഗ്രഹം മുഴുത്ത് അവൻ പിശാചിന് തൻ്റെ ഉള്ളിൽ ഇടം കൊടുത്ത് നിത്യനാശത്തിന് യോഗ്യനായി തീർന്നു. തൻ്റെ ഭാഗ്യപദവി അവൻ നഷ്ടമാക്കി. എന്നാൽ ക്രൂശിൽ കിടന്നുകൊണ്ട് അതിവേദനയിലും തന്നെ ഇത്രയേറെ ഉപദ്രവിച്ചവർക്ക് എല്ലാവർക്കും വേണ്ടി കർത്താവ് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നതായി നാം കാണുന്നു. പ്രതികാരം ചെയ്യണമെന്നല്ല കർത്താവ് പ്രാർത്ഥിക്കുന്നത്. അറിവില്ലാതെ ഇവർ ചെയ്യുന്നതാകിയാൽ അവരോട് ക്ഷമിക്കണമേ എന്നാണ് കർത്താവ് പ്രാർത്ഥിക്കുന്നത്. നമുക്ക് പിൻപറ്റുവാൻ നല്ലൊരു മാതൃക കാട്ടിത്തന്നിരിക്കുന്നു കർത്താവ്. എന്നാൽ അവൻ്റെ സ്വഭാവത്തിന് നമ്മൾ അനുരൂപരായിട്ടുണ്ടോ എന്ന് നാം നമ്മെ തന്നെ പരിശോധിക്കുക. ഉപദ്രവിക്കുന്നവരോട് മനഃപൂർവ്വം ക്ഷമിക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവാൻ ഒക്കെ നമുക്ക് കഴിയാറുണ്ടോ? അവരോടൊടുങ്ങാത്ത പകയും കയ്പുമാണ് നമ്മിൽ ഉളവാകുന്നതെങ്കിൽ നാം ഒരിക്കലും ദൈവമക്കൾ ആണെന്ന് പറയുവാൻ കഴിയുകയില്ല. മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ അവരോട് ക്ഷമിക്കുവാനും അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാനും കഴിയുന്നില്ല എങ്കിൽ നാം കർത്താവിന് അനുരൂപരായി തീർന്നിട്ടില്ല. നാം നമ്മെ തന്നെ ശോധന ചെയ്യുക. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. നമുക്കും മറ്റുള്ളവരെ ഹൃദയപൂർവ്വം സ്നേഹിക്കാം. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദോഷം കണക്കിടുന്നതുമില്ല. കർത്താവ് പറയുന്നു, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുക, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന്. കർത്താവിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും മഴ പെയ്യിക്കുകയും ചെയ്യുന്നുവല്ലോ. പ്രിയമുള്ളവരെ, മറ്റുള്ളവർ എങ്ങനെയെന്ന് നോക്കിയിട്ടല്ല നാം അവരോട് ഇടപെടേണ്ടത്. പിന്നെയോ കർത്താവ് അവരോട് എങ്ങനെ ഇടപെടുമായിരുന്നു എന്നോർത്ത് അതിൻ പ്രകാരം നമ്മെക്കുറിച്ചുള്ള ദൈവഹിതപ്രകാരം തന്നെ അവരോട് ഇടപെടുവാൻ നമുക്ക് കഴിയണം. ദൈവം നമ്മെ അതിനായി സഹായിക്കട്ടെ.